ഹലോ ഗായ്സ്, മിസ്റ്റർ ഫുഡി ട്രാവൽ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന വിത്ത് ഓറിയോ ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുകയായതുകൊണ്ട് നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു രാത്രി കംപ്ലീറ്റ്ലി ഫ്രോസൺ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ പൊട്ടുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യാം, എത്ര ഹവേഴ്സ് കൂടുന്നു അത്രത്തോളം ഈ ഒരു പഴം നല്ല ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. പാൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിപ്പോയാൽ നമ്മുടെ ഐസ്ക്രീം ഷെയ്ക്കായി മാറും. അപ്പോൾ അതിൽ നിൽക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് പാൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തെ ഒന്ന് ലക്ഷറാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഓറിയം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേത് ചോക്ലേറ്റ് കിട്ടുമെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഡയറി മിൽക്ക് പോലുള്ള ലക്ഷറി ചോക്ലേറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി. അഞ്ച് മിനിറ്റ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് തുറന്നു നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. കറക്റ്റ് ഞാൻ വിചാരിച്ച അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് സാധനം. ലോക്ക്ഡൗണിൽ അവർക്കൊരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അമൂലിൻ്റെ ജാർ തന്നെ, ഐസ്ക്രീം ജാർ തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാതെ ഞാനിതൊരു ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞാൻ എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ച് സാധനം എടുത്തു നോക്കി. സാധനം അടിപൊളിയാണ്. ഐസ്ക്രീം പൊളി സാധനമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഐസ്ക്രീം ആയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. സംഭവം ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർക്കണ്ട. ഐസ്ക്രീം എടുക്കാൻ എന്തിനാണ് ഇത്രയും വലിയ ഗ്ലാസ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ പറയാം. നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട്. നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ഷേക്ക് ഉണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പോയി വീഡിയോ കാണുക. അപ്പോൾ ആ ഒരു ഷേക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ബനാന വിത്ത് ഓറിയോ ഐസ്ക്രീം ഞാനിവിടെ നമ്മുടെ കപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ട്രാവലും ഫുഡ് വീഡിയോസും നിങ്ങൾക്ക് ഓൺ സ്പോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ദിസ് ഈസ് മിസ്റ്റർ ഫുഡി ട്രാവൽ. സ്റ്റേ വിത്ത് മീ.